അനന്തപുർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ബാംഗ്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ബസ്സിലെ യാത്ര ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. കാണുന്ന കാഴ്ചകളാണ്. മലനിരകളിലൊക്കെ തന്നെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഒരു റൂട്ടിലാണ് കിയയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത്. ഇന്ത്യയിലെ ഏക സ്ഥാപനം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു പ്രദേശത്തായിട്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ തന്നെ നിർത്തിയിട്ടതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മെയിൻ റോഡിലാണ് കാണുന്നത്. പിന്നീട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ റോഡിലേക്ക് ഇറങ്ങുകയുണ്ടായി. റോഡുകളൊക്കെ തന്നെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, ഇരു സൈഡുകളിലും കാലിയായിട്ട്. ഇവിടങ്ങളിലൊക്കെ പ്രത്യേകതയാണ്, വീടുകളുള്ള ഏരിയയിൽ കുറച്ച് വീടുകളുണ്ടാവും, പിന്നീട് ഒഴിഞ്ഞു കിടക്കും. ടൗണുകളായിക്കോട്ടെ അങ്ങനെ തന്നെ. വില്ലേജുകളൊക്കെ തന്നെ കവർ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. വില്ലേജുകൾ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് മാതൃക ഇവിടെ വില്ലേജുകളാണെങ്കിലും ടൗൺ ആണെങ്കിലും ആ ഒരു കൾച്ചർ സെയിമാണ് എന്നുള്ളതാണ് എനിക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മളൊരു റെയിൽവേ ക്രോസിങ്ങിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ ക്രോസിങ് കഴിഞ്ഞതും ആ ഒരു ഏരിയയിലായിട്ട് മനോഹരമായിട്ടുള്ള റോഡ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ടൗണുകളിലൊക്കെ തന്നെ ചെറിയ കടകൾ, പെട്ടിപ്പീടിക പോലത്തെ കടകളാണ് കാണാൻ സാധിക്കുന്നത് ഇരു സൈഡുകളിലും. പിന്നീട് പുറമേ നിന്നും വന്ന ആളുകളുടെ കടകളായിരിക്കാം, വലിയ ബ്രാൻഡ് ഷോപ്പുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പാലമാണ് മുന്നിൽ കിട്ടിയിട്ടുള്ളത്. ആ പാലത്തിൻ്റെയും ആ ഒരു മലനിരകളുടെയും ഒരു ഭംഗി വേറെ ലെവലായിരുന്നു എന്നുള്ളതാണ്. പാലവും ഒരു പ്രത്യേകതരം ഡിസൈനിങ്ങിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതും വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു അടിയിലൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നതും ആ ഒരു മലനിരകളും ആ ഒരു പാലവും എല്ലാം കൂടി മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് എന്നുള്ളത് വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. മലമുകളിലേക്ക് നോക്കുമ്പോൾ കല്ലുകളൊക്കെ തന്നെ ഇങ്ങനെ ഉരുണ്ട് നിൽക്കുന്ന പോലത്തെ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഡ്രൈവറുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ മൂപ്പര് ചോദിച്ച് മനസ്സിലാക്കി, മൂപ്പരുടെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളും ചോദിച്ച് മനസ്സിലാക്കി. മൂപ്പര് മുന്നേ ഒരു ലോറി ഡ്രൈവറായിരുന്നു. പിന്നീട് ഈ ഒരു ഫീൽഡിൽ 20 വർഷത്തോളമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് മൂപ്പര് പറഞ്ഞത്. ഇതുപോലത്തെ ചെറിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ തന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെയധികം സുഖകരമാണ് എന്നുള്ളത് വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. ടൗണിലൊക്കെ തന്നെ നമ്മൾ വ്യാപാരം ചെയ്യുകയാണ് എങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ചെറിയൊരു വാടക കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ടൗണിലൊക്കെ എവിടെ വേണമെങ്കിലും വ്യാപാരം ചെയ്യാം എന്നുള്ളതാണ്. വണ്ടിയാണെങ്കിൽ 10 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 100 രൂപ വരെ പേയ്മെൻറ്റ് വരുന്നുണ്ട് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ഇതുപോലത്തെ സ്ട്രീറ്റ് കച്ചവടങ്ങൾക്ക് എന്നുള്ളതാണ് പല ഏരിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ടൗണിലേക്ക് എത്തി. ആ ടൗണിലെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയെ നമ്മൾ കണ്ടിട്ട് മുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് ഇതുപോലെ. നമ്മുടെ നാടൊക്കെ എത്രത്തോളം മനോഹരമാണ് എന്നുള്ളതാണ് എനിക്കിങ്ങനെ ആലോചനയിൽ വന്നത്. അങ്ങനെ നമ്മൾ ടൗണിലേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ബാംഗ്ലൂർ റൂട്ടിലേക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളും മറ്റും ഉണ്ടെങ്കിൽ കൂടി അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ ബാക്കിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു ടൗണിലേക്ക് കടക്കുന്ന ഒരു കവാടം എത്ര മനോഹരമാണ് എന്നുള്ളതാണ് എന്നെങ്ങനെ ചിന്തിപ്പിച്ചത്. ഇതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ക്യാഷ് ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചൂടെ എന്നുള്ളതും എനിക്കിങ്ങനെ തോന്നിപ്പോയി. ഉത്തർപ്രദേശ് കർണാടക ബോർഡിനോട് അടുത്തപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉച്ച സമയത്താണ് ഇവിടെ നിർത്തിയത്. ഇവിടെ നിന്നാണ് ഞാൻ വലിയ ഗ്ലാസ്സിലെ ഒരു ചായ കുടിച്ചത്. ആന്ധ്രയിലെ ചായ എന്നുള്ള രീതിയിൽ ആ കട്ടിയുള്ളൊരു ചായ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ ഗ്ലാസ്സിൽ ചായ കിട്ടുന്നത്. ആന്ധ്രാപ്രദേശിലെ ഒരു പ്രത്യേകതയാണ്, ചെറിയ ഗ്ലാസ്സിലാണ് ചായ കിട്ടുക. റേറ്റും കുറവാണ്. 5 മുതൽ 10 രൂപ വരെയുള്ള റേറ്റിൽ കിട്ടും എന്നുള്ളതാണ്. ഈ ചായക്ക് ഇവിടെ റേറ്റ് വരുന്നത് 20 രൂപയാണ് എന്നുള്ളതാണ്. 20 രൂപ കൊടുത്താലും അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്, ക്വാണ്ടിറ്റിയും ഉണ്ട് എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് എനിക്കിതെല്ലാം ഫ്രീ ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഡ്രൈവറുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കെയർ ഓഫിലാണ് എനിക്ക് ചായ കുടിക്കാനും മറ്റും കഴിഞ്ഞത് എന്നുള്ളതാണ്. അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ എനിക്കും ഭക്ഷണം പാർസൽ മേടിച്ചു. പിന്നീട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിർത്തി ഭക്ഷണം കഴിച്ചിട്ടാണ് പിരിഞ്ഞത് എന്നുള്ളതാണ്. ഇവരോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കോക്കനട്ട് ഓയിലിന് ആന്ധ്രാപ്രദേശിൽ വളരെയധികം സാധ്യത ഉണ്ട് എന്നുള്ളതാണ്.